സ്വാതന്ത്ര്യവും സാഹിത്യവും എപ്പോഴും ഒരുമിച്ചേ പോവൂ. സാഹിത്യമുള്ളവർക്ക് സാഹിത്യം മനസ്സിലുണ്ടായാൽ മതി. നമ്മൾ എഴുത്തുകാരൊന്നും ആവണ്ട, നമ്മൾ എഴുതുകയും വേണ്ട. ആ സാഹിത്യത്തോട് അഭിനിവേശമുള്ളവർക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ അതെല്ലാ വ്യക്തിയിലും ജന്മനാ ഉണ്ട്. ഭാഷ എന്നതുണ്ടെങ്കിൽ അവിടെ സാഹിത്യവും ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ തിരിച്ചറിയുകയോ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ അവസരം കിട്ടുകയോ ചിന്തിക്കാനും വായിക്കാനും കേൾക്കാനും, വായിച്ചാൽ മാത്രമല്ല കേട്ടാലും അതിനവസരം കിട്ടാത്തത് കൊണ്ടാണ് ഇത് പുറത്തു വരാത്തത്. അവസരം കിട്ടുമ്പോൾ എത്ര വേഗത്തിലാണ് ആൾക്കാർ അതുവരെ നമ്മൾ കാണാത്ത മറ്റൊരു തരത്തിലുള്ള എഴുത്തിലേക്കും പ്രസംഗത്തിലേക്കും അതുപോലെ അവർ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ചിന്താഗതികൾ പോലും മാറിപ്പോകുന്നത് എന്നതിന് കോവിഡാണ് സാക്ഷി. കോവിഡ് വരെ ഒന്നും ചെയ്യാതിരുന്നവർക്ക് സമയം കിട്ടിയപ്പോൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ സാഹിത്യവാസനയും പുറത്തു വരികയും അവരുടെ ചിന്ത മാറുകയും കുറച്ചുകൂടിയൊക്കെ വിശാലമായി ചിന്തിക്കാൻ കഴിയുകയും അന്ധമായ വിശ്വാസങ്ങൾ മാത്രം എന്ന് ബോധ്യപ്പെടേണ്ടവ ബോധ്യപ്പെടുകയും പെടുത്തുകയും ചെയ്ത കാലഘട്ടമാണ് കോവിഡ് കാലഘട്ടം. അപ്പം അതുപോലെ ഈ സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ സാഹിത്യവും ഒരുമിച്ച് പോകും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു സാഹിത്യ അഭിരുചിയുള്ള മനുഷ്യന് ജന്മനാ മനുഷ്യൻ സ്വാതന്ത്ര്യമോഹിയാണ്. സാഹചര്യം അവനെ അടിമപ്പെടുത്തുകയാണ്. ആ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് വളരാൻ അവന് പ്രേരണ നൽകുന്നത് ഭാഷ അല്ലെങ്കിൽ അറിവ്, അത് തന്നെയാണ്, സംശയം വേണ്ട. പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ് നമ്മൾ കോമ്പോസിഷൻ എഴുതിയിട്ടുണ്ട് ഹൈസ്കൂളിൽ. അത് ശരിക്കും എല്ലാ വിപ്ലവവും ഈ ലോകത്തുണ്ടായത് അക്ഷരങ്ങളിലൂടെയല്ലേ, എഴുത്തിലൂടെയല്ലേ. അല്ലാതെ എന്ത് വിപ്ലവം ഉണ്ടായത്? അതുതന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും, അതുതന്നെയാണ് ഈ 100 വർഷത്തെ ചരിത്രവും, അതുതന്നെയാണ് ഇപ്പോൾ വളരെ പ്രോഗ്രസീവായിട്ടുള്ള വളരെ സോഷ്യലിസ്റ്റിക് ആയിട്ട് ചിന്തകൾക്കൊക്കെ നിമിത്തമാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം മാഷ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കവി മധുസൂദൻ നായരുടെ കവിത, കുമാരനാശാൻ്റെ കവിതകൾ ചൊല്ലി അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. അക്ഷരങ്ങൾക്കിപ്പോൾ പഴയതുപോലെയല്ല. നമ്മൾ കേട്ട് നമ്മൾ മനസ്സിലാക്കിയതല്ലാത്തതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന കഥ മാത്രമായിട്ട് ചരിത്രത്തെ കഥയാക്കി വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സാഹിത്യമില്ല. കാരണം അത് ക്രിയാത്മകമാണ്. അതിങ്ങനെ അടിച്ചൊതുക്കി ഒരു പുട്ടുകുറ്റിക്കാതെ ഇടുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയണ പുട്ടും തേങ്ങ ഇട്ടാലും ഒരേ ഷേപ്പിലാണല്ലോ വരിക. അതല്ലല്ലോ ഭാഷ. വ്യക്തമായി ചിന്തിക്കാനും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കലാണ് ഭാഷ. നേരത്തെ പറഞ്ഞ സമരവീര്യം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതുതന്നെയാണ്. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ സത്യസന്ധമായി പൊരുതുന്നതാണ് ഭാഷ. അതിന് ശരീരത്തിൻ്റെ ഭാഷയുണ്ട്, അല്ലാതെ നമ്മൾ വിളിക്കുന്ന ഭാഷയുണ്ട്. നമ്മൾ പറയുന്ന ഭാഷ എന്ന് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യയിൽ അത് തന്നെ നടക്കൂ. ശരീരഭാഷ ഉപയോഗിക്കുന്നത് ഭാഷ ഇല്ലാത്തവനാ. ഒരു വിക്കനോട് ആരോ ചോദിച്ചു, ഒരുത്തനെ വളരെ ശാന്തനായ ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ അടിച്ചു കഴിഞ്ഞപ്പോൾ പരാതി ടീച്ചറെ അടുത്തെത്തി. അപ്പോൾ ടീച്ചർ ചോദിച്ചു, നീ സാധാരണ വികൃതിയൊന്നും കാണിക്കാത്തവനാ, നീ എങ്ങനെ ഇവനെ അടിച്ചു? അപ്പോൾ അവൻ പറഞ്ഞ ചീത്തയ്ക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. അതുകൊണ്ട് വിക്കനായതുകൊണ്ട് മറുപടി പറയാൻ പറ്റിയില്ല. പിന്നെ എന്താ കൊടുത്തത്? അടിയല്ലാതെ വേറെ ലക്ഷ്യമൊന്നുമില്ല, ദേഷ്യം തീർക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഭാഷ എല്ലാ തരത്തിലുള്ള സമരങ്ങൾക്കും ഭാഷ തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അതിപ്പോൾ നമ്മൾ നുണ എന്ന ഒരു ആശയം പോലും ഇല്ലാത്ത എത്രയോ സമൂഹങ്ങൾ ഈ ലോകത്തിലുണ്ട്. കാരണം അവരുള്ളതേ പറയൂ. അവർക്ക് നുണ ഉണ്ടാക്കി പറയാൻ, അവരുടെ സർഗാത്മകതയെ നുണയാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഇപ്പോൾ സർഗാത്മകതയൊന്നും വേണ്ട നുണ ഉണ്ടാക്കാൻ, കുറച്ച് കുനിഷ്ഠബുദ്ധി മാത്രം മതി. അങ്ങനെ നുണ ഫാക്ടറികൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ ലോകത്തിൽ നമ്മൾ സത്യത്തെപ്പറ്റി പറഞ്ഞാൽ സത്യാനന്തര കാലം എന്നാണല്ലോ ഞങ്ങൾ പറയുന്നത് മാഷ ഇപ്പോൾ. പക്ഷെ അല്ലാതെ തന്നെ നമ്മുടെ സാഹിത്യ ബോധ്യമുള്ളവരിൽ ഈ സത്യാനന്തര കാലം എന്നൊന്നും നിലനിൽക്കില്ല. കാരണം അവർക്ക് അറിയാം സത്യം, സാഹിത്യം അല്ലെങ്കിൽ സർഗാത്മകത ഉണ്മയാണ്. അതെപ്പോഴും സത്യം തേടി ഉണ്മയിലേക്കുള്ള പ്രയാണമാണ്. അതിന് ഉണ്മ പറഞ്ഞു കൊടുക്കേണ്ട, അവർക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഉണ്മയാണ് സാഹിത്യകാരന്. അതുകൊണ്ട് അക്ഷരങ്ങൾ, സമരങ്ങൾ ഇതെല്ലാം ഒരുമിച്ചേ പോകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് വളരെ ശരിയാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട്, അത് നടക്കണം.